കിടപ്പ് രോഗിയായ ഭർത്താവിന്റെ കട്ടിലിൽ കുത്തേറ്റ് വീണ് കിടന്ന വീട്ടമ്മ അനങ്ങാൻ കഴിയാതെ ചോര വാർന്ന് ആ കിടക്കയിൽ നിസ്സഹായൻ. കുത്തിക്കൊലപ്പെടുത്തിയത് അയൽവാസി. മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി. കർണാടകയിലെ നെലമംഗലയിലെ പീറ്റ് സ്ട്രീറ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ശോഭ എന്ന 69 വയസ്സുള്ള സ്ത്രീയാണ് കൊല്ലപ്പെടുന്നത്. 12 വർഷമായി തളർവാദം ബാധിച്ച് കിടപ്പിലായിരുന്നു അവളുടെ ഭർത്താവ്. ആ ഭർത്താവിനൊപ്പം കഴിയുകയായിരുന്നു ശോഭ. രണ്ടുപേർക്കും മക്കളില്ല. കിടപ്പ് രോഗിയായിട്ടുള്ള ആ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചാണ് അയൽവാസിയായിട്ടുള്ള യുവാവ് ആ വീട്ടമ്മയെ അതിദാരുണമായി കുത്തിക്കൊലപ്പെടുത്തുന്നത്. 36 വയസ്സുകാരനായിട്ടുള്ള ശിവകുമാർ, ഇയാളാണ് കൊലയാളി. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടുകൂടി ഈ വീട്ടിലേക്ക് വെള്ളമൊക്കെ ചോദിച്ചാണ് ഇയാൾ വരുന്നത്. അയാൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ ശോഭ ധരിച്ചിരുന്ന സ്വർണം അത് കവരണം, എന്നിട്ട് ഓടിപ്പോകണം. അതായിരുന്നു ശ്രമം. ശോഭ എതിർത്തതോടുകൂടി കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ഇയാൾ ആ സ്ത്രീയെ കുത്തിവീഴ്ത്തി. ഏതാണ്ട് 100 ഗ്രാം സ്വർണം കവർന്ന് ഇയാൾ രക്ഷപ്പെട്ടു. രക്തത്തിൽ കുളിച്ച് ആ സ്ത്രീ അവളുടെ ഭർത്താവിന്റെ ആ കിടക്കയിലേക്കാണ് വീണത്. ഒന്നും ശബ്ദിക്കാനാകാതെ, ഒന്നും ചെയ്യാനാകാതെ ആ ഭർത്താവ് സമീപം. ആ രണ്ടുപേരും ആ കട്ടിലിൽ കിടക്കുമ്പോൾ അവൾ ചേതനയായിട്ട് കിടക്കുന്നു. പിന്നീട് ആളുകളെത്തിയാണ് കാണുന്നത്. അപ്പോഴും ആ ബോഡി ആ ബെഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഭർത്താവ് ആ ബെഡിൽ അതേപടി കിടക്കുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തേക്ക് വരികയും ചെയ്തു. ಅವ್ರೇನು ಅಷ್ಟು ಕಾನ್ಷಿಯಸ್ ಇಲ್ಲ. ಅವ್ರೇನು ಹೇಳಿದ್ರಿಂದ ಕೇಳಿ ಯಾರಾದ್ರೂ ಬಂದಿದ್ರಾ? ಯಾರಿಗೆ ಮಾಡಿದ್ದು? കിടപ്പ് രോഗിയായിട്ടുള്ള ഗൃഹനാഥനെ പരിചരിക്കാൻ വേണ്ടി ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് പതിവായി വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ ഫിസിയോതെറാപ്പിസ്റ്റ് എത്തിയപ്പോഴാണ് ഈ കുറ്റകൃത്യം തന്നെ പുറം ലോകം അറിയുന്നത്. അതുവരെ ചോരയിൽ കുതിർന്ന് ആ പാവ മനുഷ്യൻ നിസ്സഹായനായി ആ കട്ടിലിൽ കിടക്കുകയായിരുന്നു. CCTVയുടെ സഹായത്തോടു കൂടി ഏതാണ്ട് 6 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് ആ പ്രതിയെ പിടികൂടി. മൊത്ത വ്യാപാര കടയുടമയാണ് ഈ പ്രതിയായിട്ടുള്ള ശിവകുമാർ. 8 ലക്ഷം രൂപയുടെ കടമുണ്ട് ഇയാൾക്ക്. അത് വീട്ടാൻ വേണ്ടിയാണ് ഈ സ്വർണം കവരാനുള്ള പദ്ധതി അയാൾ ഇട്ടത്. ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ സ്വർണം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വീട്ടമ്മയുടെ അടുക്കളയിലേക്ക് ഇയാൾ ചെല്ലുന്നത്. ദമ്പതികൾ മാത്രമുള്ള ആ വീട്ടിൽ അങ്ങനെ ഇയാൾ വെള്ളം ചോദിച്ചെത്തുകയാണ്. തനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, ആ ലോണുകളൊക്കെ തിരിച്ചടക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി ഇട്ടതെന്നും പിടിയിലായ ശേഷം പ്രതി പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. എന്നാണല്ലോ മോഷ്ടിച്ച സ്വർണം പോലീസ് കണ്ടെടുത്തു എന്നുള്ളതാണ്. പക്ഷേ ആ സ്ത്രീയുടെ ജീവൻ നഷ്ടമായി. ഒപ്പം ആ കിടപ്പ് രോഗിയായിട്ടുള്ള ഭർത്താവ്, അയാളെ പരിചരിക്കാൻ പോലും ഇനി ആരുമില്ലാത്ത സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.